റൈറ്റിങ്ങിൽ വരുന്നത് ഫസ്റ്റ് നമ്മൾ പഠിപ്പിക്കും എങ്ങനെയാണ് അഡ്രസ്സ് എഴുതുക, പിന്നെ നമ്മൾ എങ്ങനെ സലറ്റേഷൻ എഴുതും, പിന്നെ എങ്ങനെ നമ്മൾ ബോഡി എഴുതുക, പിന്നെ നമ്മൾ ക്ലോസിങ് എങ്ങനെയാണ് വരിക, അതൊക്കെ നമ്മൾ പാർട്ടായിട്ടാണ് പഠിക്കുക. ആദ്യം നമ്മൾ പാർട്സ് പഠിക്കും, എന്നിട്ടാണ് ലെറ്റർ നമ്മൾ അതിന് ശേഷം പഠിക്കുക. അപ്പോൾ ഹോൾ ടു പാർട്ട് എന്ന് പറഞ്ഞാൽ ലിറ്ററേച്ചറും വായനയും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഹോൾ ടു പാർട്ട് എന്നുള്ള മാക്സിമം യൂസ്ഫുൾ ആകുന്നത്. അതായത് ഗെറ്റ് ദ ഫീൽ, നമുക്ക് ഫീൽ ആദ്യം കിട്ടും, എന്നിട്ട് അത് ഓക്കെ ആവും. പാർട്ട് ടു ഹോൾ ഒരു സെഗ്മെൻ്റ് ആയിട്ട് പറഞ്ഞിട്ട് പിന്നെ അത് മുഴുവനായിട്ട് പഠിപ്പിക്കും. നമ്മൾ റൈറ്റിംഗ് സ്കിൽസ്, നമ്മളിപ്പോൾ ലെറ്റർ റൈറ്റിങ്ങിലൊക്കെയാണ് പാർട്ട് ടു ഹോൾ ഓക്കെ ആയിട്ട് വരിക കേട്ടോ. പിന്നെ 8th മാക്സിം എന്ന് പറയുന്നത് അനാലിസിസ് ടു സിന്തസിസ്. ഫസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങളും ബ്രേക്ക് ഡൗൺ ചെയ്ത് പഠിക്കാം, എന്നിട്ട് നമ്മൾ അതിനെ സിന്തസൈസ് ചെയ്ത് നമുക്കതിൻ്റെ കംപ്ലീറ്റ് ഓതറൈസേഷൻ കിട്ടും. അപ്പോൾ ടീച്ചിങ് കോംപ്രിഹെൻഷനിൽ പറയുന്നുണ്ടെങ്കിൽ പാസേജ് അനലൈസ് ചെയ്യാം, അതിൻ്റെ ഐഡിയ എന്താണ്, അതിൽ വൊക്കാബുലറി ഏതൊക്കെയാണ്, അതിൽ ഓരോ പാരഗ്രാഫിൻ്റെ മീനിങ് എന്താണെന്നുള്ളത് ആദ്യം അനലൈസ് ചെയ്യുക, എന്നിട്ട് അതൊക്കെ കൂടെ സിന്തസൈസ് ചെയ്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് അതിനെ പറ്റിയിട്ടൊരു സമ്മറി, അതായത് എല്ലാം മനസ്സിലായത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടൊരു സമ്മറി ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ബ്രേക്കിംഗ് ഡൗണിൽ നിന്നും ബിൽഡിംഗ് അപ്പിലേക്ക് വരുന്നതാണ് നമ്മുടെ 8th മാക്സിമായിട്ട് നമ്മൾ പറയുന്നത് ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. പിന്നെ ഇതിൽ ബ്ലൂംസിൻ്റെ ടാക്സോണമിയിലേക്ക് നമ്മൾ എങ്ങനെയാണ് അതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ലെവൽ 4 ബ്ലൂംസിൻ്റെ ടാക്സോണമിയിലെ 4th ലെവൽ സിന്തസിസ് അല്ലെങ്കിൽ ക്രിയേറ്റ്. അതുപോലെ തന്നെ ബ്ലൂംസിൻ്റെ ടാക്സോണമിയിലെ ലെവൽ 6 അത് രണ്ടും ക്രിയേറ്റ്. നമ്മൾ റിവേഴ്സ് ടാക്സോണമി, ബ്ലൂംസിൻ്റെ ടാക്സോണമി പറയുന്ന സമയത്ത് അതിലേക്ക് നമുക്കിതിന് റിലേറ്റ് ചെയ്യാൻ പറ്റും. സിന്തസിസ് എന്ന് പറയുന്നത് 4th ലെവൽ, ബ്ലൂംസ് ടാക്സോണമിയുടെ 4th ലെവലായിട്ടുള്ള സിന്തസിസ് റിവൈസ്ഡിൽ ക്രിയേറ്റിന് ഓക്കെയാണ്. 9th മാക്സിം ഇംപാരിക്കൽ ടു റേഷണൽ. സ്റ്റാർട്ട് വിത്ത് ഡയറക്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് ഒബ്സർവേഷൻ. കറക്റ്റ് നമുക്ക് എംപാരിക്കലായിട്ട് നമുക്ക് കിട്ടുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒബ്സർവേഷനിൽ ദെൻ അതിനുശേഷം റീസണിങ്ങിലേക്കും ലോജിക്കിലേക്കും പോവാം. ഒരു ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗ് നമ്മൾ പഠിപ്പിക്കാമെന്ന് കരുതുക. ആദ്യം നമ്മൾ കുട്ടികളെ പുറത്തേക്ക് കൊണ്ടുപോവുക, സ്കൂൾ ഗാർഡനൊക്കെ കാണിച്ചു കൊടുക്കുക, കുട്ടികൾക്ക് കളേഴ്സ് കാണിച്ചു കൊടുക്കുക, മണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ രൂപങ്ങൾ, സൗണ്ടുകൾ, അതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കുക. അതിനുശേഷം ക്ലാസ്സിലേക്ക് വരിക, എന്നിട്ട് ആ ഡയറക്റ്റ് എക്സ്പീരിയൻസ് എന്തൊക്കെയാണോ അതിനെ നമ്മൾ നേതൃപാഠവത്തിൽ വെച്ചിട്ട് എഴുതാനുള്ളൊരു കാരണമാക്കി എടുക്കുക, എന്നിട്ട് അവരെ കൊണ്ട് ലോജിക്കലി എഴുതിപ്പിക്കുക. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് കൊടുക്കുക, അതിനുശേഷം റീസണിങ് കൊടുക്കുക. അതാണ് നമ്മുടെ എംപാരിക്കൽ ടു റാഷണൽ. 10th മാക്സിം പറഞ്ഞത് സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. ടീച്ച് ഇൻ ദ ഓർഡർ ദാറ്റ് മേക്സ് സെൻസ് ടു ദ സ്റ്റുഡൻറ്റ്. കുട്ടികൾക്ക് സെൻസ് ഉണ്ടാക്കുന്ന രീതിയിൽ പഠിപ്പിക്കുക. അതായത് കുട്ടികൾക്ക് സബ്ജക്റ്റിൽ ലോജിക്കലായിട്ട് തോന്നുന്നത് ഏതാണോ എന്നുള്ളതല്ല, മറിച്ച് സൈക്കോളജിക്കലി കുട്ടികൾക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് ഏതാണോ അതിലേക്ക് കൊടുക്കുക. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാക്സിമാണ്. അതായത് കുട്ടികൾ ഗ്രാമർ നമ്മൾ ഓർഡറിൽ പഠിപ്പിക്കണം എന്നാണ്. ലോജിക്കലി നമ്മൾ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ നൗണും പ്രോനൗണും വെർബും അഡ്ജക്റ്റീവും അങ്ങനെ ഓട്ടോമാറ്റിക്കലി പഠിപ്പിക്കണം എന്നുള്ളതാണ്. സൈക്കോളജിക്കലി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് പഠനത്തിൽ ഒന്നും കൂടി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളത് അവരെ പറ്റി എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം, തിങ്സിനെ എങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാം, എങ്ങനെ ആക്ഷൻസിനെ പറ്റി പറയാം, അങ്ങനെയാണ് വരിക. അപ്പോൾ സൈക്കോളജിക്കലി ഓർഡേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇൻട്രസ്റ്റും റെഡിനെസ്സും ആണ് നോക്കുക. അതായത് ടെക്സ്റ്റ് ബുക്കിൻ്റെ ലോജിക്കൽ സീക്വൻസ് അല്ല നമ്മൾ ഫോക്കസ് ചെയ്യുക, കുട്ടിയുടെ സൈക്കോളജിക്കൽ ഓർഡർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കേരള കരിക്കുലം നമുക്ക് പറഞ്ഞത്. ചൈൽഡിൻ്റെ എക്സ്പീരിയൻസ് ഇൻട്രസ്റ്റും വെച്ചിട്ടാണ് നമ്മൾ സബ്ജക്ട് മാറ്ററിലേക്ക് കിടക്കുക, അല്ലാതെ ലോജിക്കൽ ഓർഡർ ഓഫ് ദ സബ്ജക്ട് ബേസിലുള്ള നമ്മുടെ കേരള വരുന്നത്. അപ്പോൾ ലിസ്റ്റ് ഓഫ് മാക്സിംസ് വരുന്നത് നമുക്ക് ക്വിക്ക് റെഫറൻസ് നോക്കാം. നോൺ ടു അൺനോൺ, അതായത് നമുക്ക് എന്തറിയാം, അവർക്ക് എന്തറിയാം എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക. സിമ്പിൾ ടു കോംപ്ലക്സ്, ഈസി ഫസ്റ്റ് കൊടുക്കുക, ഹാർഡ് ലേറ്റർ കൊടുക്കുക. കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്, റിയൽ എക്സാമ്പിൾസ് അബ്സ്ട്രാക്ട് റൂൾസിന് മുന്നേ കാണിച്ചു കൊടുക്കുക. പെർട്ടിക്കുലർ ജനറൽ എക്സാമ്പിൾസ് ആദ്യം കൊടുക്കുക, റൂൾസ് ആഫ്റ്റർ കൊടുക്കുക. അതാണ് ഇൻഡക്റ്റീവ്. ജനറൽ ടു പെർട്ടിക്കുലർ എന്ന് പറയുമ്പോൾ DGP, റൂൾസ് ഫസ്റ്റ്, എക്സാമ്പിൾസ് ആഫ്റ്റർ. ഹോൾ ടു പാർട്ട്, വലിയ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുക, ശേഷം ഡീറ്റെയിൽസ് കൊടുക്കുക. പാർട്ട് ടു ഹോൾ, ഡീറ്റെയിൽസ് ആദ്യം കൊടുക്കുക, പിന്നെ ബിഗ് പിക്ചേഴ്സ് അതിന് ശേഷം കൊടുക്കുക. അനാലിസിസ്, സിന്തസിസ്, ബ്രേക്ക് ഡൗൺ ഫസ്റ്റ്, ബിൽഡപ്പ് ആഫ്റ്റർ. എംപാരിക്കൽ, റാഷണൽ, എക്സ്പീരിയൻസ് ആദ്യം കൊടുക്കുക, റീസണിങ് അതിന് ശേഷം കൊടുക്കുക. സൈക്കോളജിക്കൽ, ലോജിക്കൽ, സ്റ്റുഡൻസ് ഓർഡർ കൊടുക്കുക, അല്ലാതെ സബ്ജക്റ്റിൻ്റെ ഓർഡർ അല്ല കൊടുക്കേണ്ടത്. ഓക്കെ.